ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതിൽ ടൈപ്സ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് പറയാൻ പോകുന്നത്. അതായത് സാധാരണയായിട്ട് ഒരു AM ജനറേഷൻ്റെ സമയത്ത് നമ്മൾക്ക് ഒരു 1 ക്യാരിയറും 2 സൈഡ്സ് ബാൻഡും ആണ് കിട്ടുന്നതെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ അത് വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും നമുക്ക് 3 ടൈപ്പിലുള്ള സിസ്റ്റത്തിലുള്ളതാണ് ഉള്ളത്. ഒന്ന് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് ക്യാരിയറും അതുപോലെ ഡബിൾ സൈഡ് ബാൻഡ് ട്രാൻസ്മിറ്റർ ക്യാരിയർ ആൻഡ് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് ക്യാരിയർ. ഇത് 3 എണ്ണമാണ് ഉള്ളത്. അതിന് 3 എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. ഇത് ഡബിൾ സൈഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സൈഡും ബാൻഡ് വിസിബിൾ ആയിരിക്കും. അടുത്തത് സിംഗിൾ സൈഡ് ബാൻഡ് നോക്കാം. അങ്ങനെ നോക്കുന്നതായിരിക്കും ബെറ്റർ. സിംഗിൾ സൈഡ് ബാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഫിഗർ വരുന്നത്. ഓക്കെ, സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് ക്യാരിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതിനുശേഷം ഈ ഒരു ഫിഗർ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതുപോലെ FM-ഉം F ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇൻ കേസ് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സാധാരണയായിട്ട് അത് ചോദിക്കാറ്. കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ചോദിക്കുന്ന കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VSB വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് അത് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ കേസസിൽ ടൈപ്സ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻസിൽ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് കളക്ടർ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഈ കളക്ടർ മോഡുലേഷനിൽ ഇതിനൊരു റഫായിട്ടുള്ള ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ആ ഫിഗർ എന്ന് പറയുന്നത് നോട്ട് അറ്റ് ക്ലിയർ അല്ല, എന്നാലും ഞാൻ പറയാം. ഇതാണ് നിങ്ങളുടെ ഒരു കളക്ടറിൻ്റെ ഡയഗ്രാം. ഇത് ഞാൻ ഓൾറെഡി ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറ്റ് എ ടൈം ഇത് വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫിഗർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് ഏകദേശം നല്ല രീതിക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നോക്കിയേ, കളക്ടർ മോഡുലേഷന് നമുക്ക് 3 ട്രാൻസ്ഫോമേഴ്സാണ് ആക്ച്വലി ഉള്ളത്. അതാണ് T1, T3 ആൻഡ് T2 എന്ന് പറയുന്ന ട്രാൻസ്ഫോമേഴ്സ്. ഈ 3 ട്രാൻസ്ഫോമേഴ്സിലും നമ്മൾ ഓരോരോ സിഗ്നലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. T1-ൽ നമ്മൾ ക്യാരിയർ RF സിഗ്നലും T2-ൽ മോഡുലേറ്റിംഗ് സിഗ്നലും T3-ൽ ഔട്ട്പുട്ട് എടുക്കാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കളക്ടർ മോഡുലേഷനിൽ നമ്മൾ ക്ലാസ് 3C ടൈപ്പിലുള്ള ആംപ്ലിഫയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ T2-ലേക്കാണ് ഞാൻ പറഞ്ഞു മോഡുലേറ്റിംഗ് സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ റീജിയന് സീരീസ് ആയിട്ട് VCC കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് സീരീസ് ആയിട്ട് ഒരു VCC കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ VCC അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കളക്ടറിനെ ക്രോസ് അല്ലെങ്കിൽ കളക്ടറിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ടിന് ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അതിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തിന് ചേഞ്ച് ഉണ്ടാകും? മോഡുലേറ്റിംഗ് സിഗ്നലിനും ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അത് നോക്കിയേ, കളക്ടർ നമ്മൾ ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമല്ലോ. അപ്പോൾ കളക്ടർ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇക്വേഷനാണ് VCC + KVM sin ωmt എന്ന് പറയുന്നത്. VCC നമ്മുടെ സാധാരണ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ്, K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, VM sin ωt നമ്മൾ കൊടുക്കുന്ന മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇനി അതിൽ നിന്ന് നമ്മൾ VCC നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് 1 + KVCC VM sin ωmt എന്ന് പറയുന്ന ടേമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ VM sin ωtയുടെ കേസസിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? ആ ഒരു ടേം നമ്മൾ കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ഒരു KVM/VCCനെ നമ്മൾ M ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതാണ്. ഇത് നമ്മൾ നോക്കുക, അതായത് നമ്മൾ ഒരു VCC ഞാൻ പറഞ്ഞു കളക്ടറിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു T2 VCC നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ട്രാൻസിസ്റ്ററിൽ ഉണ്ടാകുന്ന കളക്ടർ കറണ്ടിന് എന്ന് പറയുന്നത് ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ കളക്ടർ കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുന്നതിനനുസരിച്ച് മോഡുലേറ്റിംഗ് സിഗ്നൽസിൻ്റെ വേരിയേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. മോഡുലേറ്റിംഗ് സിഗ്നലിനും ആ ഒരു ചേഞ്ചസ് നമുക്ക് പോസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിലുള്ളതാണ് കാണുന്നത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ VCC × 1 + M എന്ന് പറയുന്നതും ഇനി VCC × 1 - M എന്ന് പറയുന്ന ഒരു കേസസും. അപ്പോൾ ഈ 2 കേസസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫസ്റ്റ് VCC × 1 + M എന്ന് പറയുന്നത് പീക്ക് വാല്യൂ, അതായത് നമ്മുടെ ഈ മോഡുലേറ്റിംഗ് സിഗ്നലിന് ഉണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് പീക്ക് വാല്യൂ മുതൽ ലോ വാല്യൂ വരെ വരാം. ആ വേരിയേഷൻ നമുക്ക് കൊടുക്കുന്ന കളക്ടർ കറണ്ടിനെ
ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ അത്രയും എഴുതി നിങ്ങൾക്ക് എൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ കളക്ടർ മോഡുലേറ്ററിൻ്റെ കേസിൽ ഗുഡ് ലീനിയാരിറ്റി ആണ്, ഹൈ കളക്ടർ കറണ്ട് എഫിഷ്യൻസി ഉണ്ട്, പവർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഹൈ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കളക്ടർ മോഡുലേഷൻ്റെ കേസസിൽ എഴുതാം. ഇതുപോലെ തന്നെ ഞാൻ ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഫിഗറും നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സാധാരണയായിട്ട് ഒരു നോൺ ലീനിയർ ഡിവൈസസ് ആണ് ഈ ബാലൻസ് മോഡുലേറ്ററിൽ യൂസ് ചെയ്യാറ്. നോൺ ലീനിയർ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡും ഉണ്ട്, ട്രാൻസിസ്റ്ററും ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഫിഗർ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ കാണാൻ പറ്റും. അതിനകത്ത് ഡയോഡ് D1 D2 എന്ന് പറയുന്ന ഒരു ഡയോഡുള്ള ഒരു സർക്യൂട്ടും അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ T1 T2 എന്ന് പറയുന്ന ഡയോഡുള്ള ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഫിഗർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ബാലൻസ് മോഡുലേറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ സാധാരണയായിട്ട് എന്താണ് ഒരു ക്യാരിയർ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ 2 സൈഡ് ബാൻഡ്സും ഉള്ള ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ 2 സൈഡ് ബാൻഡ് എന്ന് പറയുമ്പോൾ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് ക്യാരിയർ സിസ്റ്റം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യണത്. അതും കൂടി ഉപയോഗിക്കുന്നു ബാലൻസ് മോഡുലേറ്ററിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഫിഗറിൽ ഇതുപോലെ നോൺ ലീനിയർ ഡിവൈസസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഒരു ഡിവൈസ്, ഒരു കമ്പോണൻസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സെൻറ്റർ ട്രാപ്പ്ഡ് ആയിരിക്കും. അപ്പോൾ സെൻറ്റർ ട്രാപ്പ്ഡ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് എൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ് ഈക്വലി ബാലൻസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ മോഡുലേറ്ററിനെ നമുക്ക് ബാലൻസ് മോഡുലേറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദെൻ അതിനകത്ത് നമ്മൾ സാധാരണയായിട്ട് പറഞ്ഞു ക്യാരിയറും വേണം നമുക്ക്, ഇതുപോലെ തന്നെ മോഡുലേറ്റിംഗ് സിഗ്നലും വേണം. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് പുഷ് പുൾ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സിഗ്നലാണ്. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് VM sin omega mt എന്ന് എടുത്തിരിക്കുന്നത്. ദെൻ ക്യാരിയർ സിഗ്നലിൻ്റെ കേസസിലാണെങ്കിൽ RF ക്യാരിയേഴ്സിൽ നിന്നും. അപ്പോൾ അതിനകത്ത് VC sin omega CT എന്ന് പറയുന്നതാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ബാലൻസ്ഡ് മോഡുലേറ്ററിൻ്റെ അത്യാവശ്യം വേണ്ട പോയിന്റ്സുകളാണ്. അപ്പോൾ നമ്മൾ എന്താണ് മെസ്സേജ് സിഗ്നലും അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ മോഡുലേറ്റിംഗ് സിഗ്നലും നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി മെസ്സേജ് സിഗ്നലും മോഡുലേറ്റിംഗ് സിഗ്നലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ സിഗ്നൽസ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിലുള്ള ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കായിരിക്കും Q1 Q2 എന്ന് പറയുന്ന രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കായിരിക്കുള്ളൂ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത്. അതുപോലെ ഡയോഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഈ രണ്ട് ഡയോഡിലേക്കും ആയിരിക്കുള്ളൂ നമ്മൾ എന്താണ് ഈ സിഗ്നൽസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസസിലായിട്ടായിരിക്കുള്ളൂ അറ്റ് ദ ബേസിൽ നമുക്ക് ഈ മോഡുലേറ്റിംഗ് സിഗ്നലിൽ കാണാൻ പറ്റുന്നത്. ദെൻ ഒരു ട്രാൻസ്ഫോമറിൻ്റെ എൻഡിൽ, അതായത് സെൻറ്റർ ട്രാപ്പ്ഡ് ട്രാൻസ്ഫോമറിൻ്റെ എൻഡിൽ വരുമ്പോഴത്തേക്കും അത് ഓപ്പോസിറ്റ് നേച്ചറായിട്ട് മാറിക്കോളും. പിന്നെ എന്താണ് ഈ Q1 Q2 എന്ന് പറയുന്ന ഈ ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ സെൻറ്റർ ട്രാപ്പ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു പുഷ് പുൾ അതിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ആണല്ലോ, അതാണ് സെൻറ്റർ ട്രാപ്പ്ഡ് ചെയ്തേക്കണെന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഫ്രീക്വൻസീനെ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സോ സിമെട്രിക്കൽ അങ്ങനെയുള്ള കേസസ് ഒക്കെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ബാലൻസ് മോഡുലേറ്ററിൻ്റെ കേസസിൽ പറയാനുള്ളത്. വർക്കിംഗ് ഓക്കെ, പിന്നെ ദെൻ നീറ്റ് ഡയഗ്രാമായിട്ട് നോക്കുക.